അല്ല, ധവളപത്രം ഇറക്കിയത് ഇവിടുത്തെ ഫിനാൻഷ്യലായിട്ടുള്ള ധനസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പിന്നെ അതിന് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അനാവശ്യമായ വിവാദം നടക്കുന്നുണ്ട്, പെൻഷൻ പ്രായം കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അത് നിർദ്ദേശമാണ്. ഏതൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് കൂട്ടായി തീരുമാനിക്കും. ഞാൻ പറയാം, സ്വകാര്യ വിദ്യാഭ്യാസ ബില്ല് അവരല്ലേ കൊണ്ടുവന്നത്. ഞാൻ പറയാം, കുറേ അത് വേണ്ടി വരും. ഈ ധനസ്ഥിതി വെച്ച് നമുക്ക് ഉദാഹരണത്തിന് തന്നെ കേരളത്തിലെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഈ ധനസ്ഥിതി വെച്ചിട്ട് ഇനി കൂടുതൽ സംവിധാനം ചെയ്യാൻ കഴിയുമോ? അത് വേണ്ടി വരും. പക്ഷേ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ പല മറ്റേ പൊതുജന ഫണ്ടുണ്ട്, അല്ല മറ്റേ റിലീഫ് ഫണ്ടുകളുണ്ട്, SIR ഫണ്ടുണ്ട്, അതൊക്കെ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ പാർക്കിങ്ങിന് ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. CSR ഫണ്ട് പരമാവധി ഞങ്ങൾ വിനിയോഗിക്കും. ഞാൻ പറയും, ഈ ധവളപത്രത്തിലെ സാമ്പത്തിക സ്ഥിതിയുമായി വെച്ചാൽ ഒരു ഡെവലപ്മെൻറ്റ് നടക്കില്ല. CSR ഫണ്ട് വേണ്ടി വരും, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വേണ്ടി വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ആരോഗ്യരംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ധനസ്ഥിതിയും വെച്ച് ഒരു ഡെവലപ്മെൻറ്റ് വരാൻ പറ്റില്ല. വേണ്ടി വരും, ഒരിക്കലും വരില്ല. ഞാൻ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ ഞങ്ങൾ ആലോചിക്കുന്നത്. എല്ലാ ജില്ലകളിലും അദാലത്ത് നടത്താൻ പോവുക. അതിൻ്റെ പേര് കായകൽപ്പ ചികിത്സയാണ്. പണ്ട് കാലത്ത് പ്രായം ചെന്നവർ യൗവനത്തിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു ചികിത്സാ രീതി. അത് ജരാനരകൾ ഇല്ലാതാകുമെന്നും യൗവനം വരുന്നതാണ് ആ ചികിത്സയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ പേര് നൽകിയത്. അത് 9-ാം തീയതി കോഴിക്കോട് വെച്ച് ആരംഭിക്കുക. ഇത് മൊത്തത്തിൽ കായകൽപ്പ ചികിത്സ എല്ലാ വകുപ്പുകൾക്കും ആവശ്യമാണ്.